സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ദേഹവിയോഗത്തിൽ നവോദയ അനുശോചന യോഗങ്ങൾ സംഘടിപ്പിച്ചു. സൗദി കിഴക്കൻ പ്രവിശ്യയിൽ 5 കേന്ദ്രങ്ങളിലായാണ് അനുശോചന യോഗങ്ങൾ നടന്നത്. നവോദയ സംഘടിപ്പിച്ച സീതാറാം യെച്ചൂരി അനുശോചന യോഗത്തിൽ പ്രവാസി സമൂഹത്തിലെ രാഷ്ട്രീയ ഭേദമന്യേ നാനാ തുറകളിലുള്ള ആളുകൾ പങ്കെടുത്തു. ദമാം, കോബാർ, ജുബൈ, അൽഹസ, റഹീമ എന്നീ കേന്ദ്രങ്ങളിലാണ് അനുശോചന യോഗം നടന്നത്. വർഗീയതയോട് സന്ധിയില്ലാത്ത സമരം നയിച്ച സഖാവിന്റെ ജീവിതം സർവ്വ മനുഷ്യർക്കും വേണ്ടിയായിരുന്നു എന്ന് യോഗം അനുസ്മരിച്ചു. ദമാമിലെ കേന്ദ്രത്തിൽ നടന്ന അനുശോചന യോഗത്തിൽ നവോദയ മുഖ്യ രക്ഷാധികാരി ബഷീർ വരോട്, KMCC കിഴക്കൻ പ്രവിശ്യ വൈസ് പ്രസിഡന്റ് ഖാദർ മാഷ്, OICC ദമാം റീജിയണൽ വൈസ് പ്രസിഡന്റ് നൌഷാദ് തഴവ, നവയുഗം രക്ഷാധികാരി ഷാജി മതിലകം, നാസ് വക്കം, ആൽബിൻ ജോസഫ്, സുരേഷ് ഭാരതി, സത്താർ, നന്ദിനി മോഹൻ, രഞ്ജിത്ത് വടകര എന്നിവർ അനുശോചന പ്രസംഗം നടത്തി. നവോദയ കേന്ദ്ര വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് അംബാൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. നവോദയ കേന്ദ്ര വൈസ് പ്രസിഡന്റ് മോഹനൻ വെള്ളിനേഴിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നവോദയ കേന്ദ്ര ജോയിന്റ് സെക്രട്ടറി നൌഫൽ വെളിയംകോട് സ്വാഗതവും കുടുംബവേദി കേന്ദ്ര കമ്മിറ്റി അംഗം സൂര്യ മനോജ് നന്ദിയും പറഞ്ഞു. അൽഹസയിലെ കേന്ദ്രത്തിൽ മധു ആറ്റിങ്ങലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുശോചന യോഗത്തിൽ നവോദയ കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് ഖനീഫ മൂവാറ്റുപുഴ, കേന്ദ്ര കമ്മിറ്റി അംഗം ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. കുടുംബവേദി കേന്ദ്ര വൈസ് പ്രസിഡന്റ് ബാബു KP സ്വാഗതം ആശംസിച്ചു. കേന്ദ്ര കമ്മിറ്റി ജോയിന്റ് ട്രഷറർ ജയപ്രകാശ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കേന്ദ്ര കുടുംബവേദി ബാലവേദി രക്ഷാധികാരി ബിന്ദു ശ്രീകുമാർ നന്ദി പറഞ്ഞു. ജുബൈൽ നവോദയ ഹാളിൽ വെച്ച് നവോദയ കേന്ദ്ര ജോയിന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജുബൈലിലെ പൗരപ്രമുഖരും ബഹുജനങ്ങളും പങ്കെടുത്തു. ഉണ്ണികൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം OM പ്രണീത് അനുസ്മരണ പ്രഭാഷണം നടത്തി. നവോദയ രക്ഷാധികാരി സമിതി അംഗം ലക്ഷ്മണൻ കണ്ടംബേത്ത്, നവോദയ കുടുംബവേദി കേന്ദ്ര പ്രസിഡന്റ് ഷാനവാസ്, നവോദയ കുടുംബവേദി കേന്ദ്ര ജോയിന്റ് സെക്രട്ടറി ഷാഹിദ ഷാനവാസ്, കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അജയൻ കണ്ണൂർ, പ്രജീഷ് കറുകയിൽ, ജുബൈലിലെ സാമൂഹ്യ പ്രവർത്തകരും അനുശോചനം അറിയിച്ചു. ചടങ്ങിൽ ഏരിയ രക്ഷാധികാരി പ്രേമരാജ് കതിരൂർ സ്വാഗതം പറഞ്ഞു. കോബാറിലെ നവോദയ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം ഹമീദ് മാണിക്കോത്തിന്റെ അധ്യക്ഷതയിൽ സീതാറാം യെച്ചൂരി അനുശോചന യോഗത്തിൽ നവോദയ കേന്ദ്ര കുടുംബവേദി ട്രഷറർ അനു രാജേഷ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. നവോദയ രക്ഷാധികാരി സമിതി അംഗം റഹീം മടത്തറ, കേന്ദ്ര കുടുംബവേദി സെക്രട്ടറി ഷമീം നാണാത്ത്, ലോക കേരള സഭാംഗം സുനിൽ മുഹമ്മദ്, നവയുഗം പ്രതിനിധി ദാസൻ രാഘവൻ, KMCC പ്രതിനിധി OP ഹബീബ്, IMCC പ്രതിനിധി ഹനീഫ് അറബി, നവോദയ കേന്ദ്ര വനിതാവേദി കൺവീനർ രശ്മി രാമചന്ദ്രൻ, കേന്ദ്ര കുടുംബവേദി വൈസ് പ്രസിഡന്റ് സുരയ്യ ഹമീദ്, ദമാം മീഡിയ ഫോറം പ്രസിഡന്റ് മുജീബ് കളത്തിൽ, ദമാം മീഡിയ ഫോറം ജോയിന്റ് സെക്രട്ടറിയും കൈർലി ചാനൽ റിപ്പോർട്ടറുമായ പ്രവീൺ വല്ലത്ത് എന്നിവർ സംസാരിച്ചു. കുടുംബവേദി കേന്ദ്ര എക്സിക്യൂട്ടീവ് നിഹാസ് കിളിമാനൂർ സ്വാഗതം ആശംസിച്ചു. റഹീമയിൽ നടന്ന സീതാറാം യെച്ചൂരി അനുശോചന യോഗത്തിൽ ഏരിയ പ്രസിഡന്റ് അസീം അധ്യക്ഷത വഹിച്ചു. നവോദയ ഏരിയ ജോയിന്റ് ട്രഷറർ ശ്രീകുട്ടൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. നവോദയ കേന്ദ്ര വൈസ് പ്രസിഡന്റ് ജയൻ മെഴുവേലി അനുസ്മരണ പ്രഭാഷണം നടത്തി. കുടുംബവേദി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് R സുജ, ഏരിയ വൈസ് പ്രസിഡന്റ് അഫ്സൽ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ദേവദാസ്, ഹാരിസ് എന്നിവർ സംസാരിച്ചു. ഏരിയ ആക്ടിംഗ് സെക്രട്ടറി ബിനിൽ സ്വാഗതവും ഏരിയ എക്സിക്യൂട്ടീവ് അംഗം അനിൽ ശിവാനന്ദൻ നന്ദിയും പറഞ്ഞു. കൈർലി ന്യൂസ്, ദമാം.